ഈ റാലികളിലെല്ലാം വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനെന്താണ് കാരണം? നമ്മുടെ മതനിരപേക്ഷ മനസ്സിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ഒന്നായാണ് ഈ പൗരത്വ നിയമ ഭേദഗതി വന്നിട്ടുള്ളത്. പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നതിനോട് നമുക്ക് യോജിക്കാനാവില്ല. നമ്മൾ യോജിക്കുന്നോ യോജിക്കുന്നില്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഇന്ത്യൻ ഭരണഘടന അത് അംഗീകരിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നം സജീവമായി ചർച്ച ചെയ്തതാണ്. നമ്മുടെ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന അഭിപ്രായമുള്ള ചിലർ ആ കാലത്ത് തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ അതിവിശദമായാണ് ആ പ്രശ്നം ചർച്ച ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രമുഖരായ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് മതാധിഷ്ഠിത രാഷ്ട്രമല്ല, മതനിരപേക്ഷ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ്. അതോടൊപ്പം തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിലും ജീവിക്കാം. ഈ എല്ലാവർക്കും തുല്യ അവകാശമാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി ഭരണഘടന ഉറപ്പ് നൽകുന്നത്. അത്രയും വ്യക്തതയുള്ള ഒരു കാര്യമാണിത്. മാത്രമല്ല, പരിഷ്കൃത ലോകത്ത് ഇന്ന് പൗരത്വത്തെ മതാടിസ്ഥാനത്തിൽ നിർവചിക്കുന്നതിനോട് യോജിപ്പില്ല. പരിഷ്കൃത രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തീരുമാനത്തിനെതിരെ ലോകരാഷ്ട്രങ്ങളും ലോകത്തെ പ്രധാനപ്പെട്ട സംഘടനകളുമെല്ലാം ശക്തമായ അഭിപ്രായം, പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് നമ്മുടെ നാടിൻ്റെ വലിയ കൂട്ടായ്മയോടെയുള്ള പ്രതിഷേധ രൂപമെന്ന നിലക്കുള്ള ഇത്തരം റാലികൾ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടാണ്. അത്തരമൊരു നാടിൽ മതപരമായ ഭിന്നത കൊണ്ടുവരിക, മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുക, അതിനോട് യോജിക്കാനാകില്ല എന്ന നിലപാടാണ് കേരളത്തിലെ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന ആളുകൾ ഈ പ്രതിഷേധ കൂട്ടായ്മയിലൂടെ ഉയർത്തി കാണിക്കുന്നത്.